കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. കോർപ്പറേറ്റുകൾ മാധ്യമങ്ങളെ വിലക്കെടുത്താണ് CPIM-നെയും LDF സർക്കാരിനെയും ആക്രമിക്കുന്നതെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ. ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം സീതാറാം യെച്ചൂരി നഗറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. ഇത്തരം കടന്നാക്രമണങ്ങളുടെ ഭാഗമായി CPIM നേതാക്കൾക്കെതിരെയും LDF സർക്കാരിനെതിരെയും വ്യാപകമായി നുണ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇവയെല്ലാം നിഷ്പ്രഭമാക്കിയാണ് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് CPIM മുന്നോട്ടു പോകുന്നത്. പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങിയതോടെ കോൺഗ്രസും BJPയും ആക്രമിക്കാൻ തുടങ്ങി. RSS, SDPI തുടങ്ങിയ വർഗീയ ശക്തികളും പാർട്ടിക്കെതിരെ ആക്രമണം കടുപ്പിച്ചു. ഇവയൊക്കെ അതിജീവിച്ചാണ് സംഘടനാപരമായ അച്ചടക്കത്തോടെയും വൻ ജനപങ്കാളിത്തത്തോടെയും പാർട്ടി സമ്മേളനങ്ങൾ പൂർത്തിയാകുന്നത്. അത് ജനങ്ങൾ സമർപ്പിച്ച വിശ്വാസത്തിന്റെ തെളിവാണ്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് CPIM എന്നും KK ശൈലജ പറഞ്ഞു. എന്നാൽ അക്രമികൾ അത്ര നിസ്സാരക്കാരല്ല. അവർക്ക് തെറ്റിദ്ധാരണ വരുത്താൻ സാധിക്കും. കമ്മ്യൂണിസ്റ്റ് ആശയഗതികളെ കുറിച്ച് വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ മുതലാളിത്തത്തിന് സാധിക്കുന്നുണ്ട്, ഫ്യൂഡലിസത്തിന് സാധിക്കുന്നുണ്ട്. ഒരുപാട് തരത്തിലുള്ള നുണപ്രചരണങ്ങളിലൂടെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കുഴപ്പക്കാരാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശരിയല്ല, അതിൻ്റെ നേതാക്കന്മാർ ശരിയല്ല എന്നൊക്കെ പ്രചരിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ പാർട്ടി കോൺഗ്രസ് അതിൻ്റെ ഭാഗമായിട്ടുള്ള സമ്മേളനങ്ങളെല്ലാം നടക്കുന്ന കാലഘട്ടത്തിൽ ഈ ആക്രമണം വർദ്ധിക്കുകയാണ്. എന്തു വലിയ നുണപ്രചരണങ്ങളാണ് ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് ഇടതുപക്ഷത്തിനെതിരായിട്ടുണ്ടാകുന്നത്. ഏരിയ സെക്രട്ടറി K ജയദേവൻ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം KS അലീഖ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S അജയകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം K പ്രേംകുമാർ MLA, P അരവിന്ദാക്ഷൻ, K അശോക് കുമാർ എന്നിവർ സംസാരിച്ചു. ആലംകുളത്തു നിന്ന് 800-ലധികം റെഡ് വളണ്ടിയർമാർ പങ്കെടുത്ത മാർച്ചും പൂക്കോട്ടുകാവ് ലോക്കൽ കേന്ദ്രീകരിച്ച് ആയിരങ്ങൾ അണിനിരന്ന ബഹുജന പ്രകടനവും നടന്നു. വേദിയിൽ പുരോഗമന കലാസാഹിത്യ സംഘം പൂക്കോട്ടുകാവ് യൂണിറ്റിന്റെ വിപ്ലവ ഗാനങ്ങളും ഉണ്ടായിരുന്നു.